നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. പൊതുജനത്തെ ഷോക്കടിപ്പിക്കുന്ന വൈദ്യുതി ചാർജ് ഉടൻ പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി KCB ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചൂട്ടും വിളക്കും റാന്തലും കയ്യിലേന്തി നടത്തിയ പ്രതിഷേധത്തിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ചെമ്മാട്ടിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധ പ്രകടനം KCB ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. പ്രഹരം വന്ന് ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി 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 തുടർന്ന് KCB ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയിൽ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇടതു സർക്കാർ അധികാരത്തിൽ വന്നതെന്നും വ്യാജ പ്രചരണങ്ങൾ നടത്തിയും തൊഴിലാളികളെ വഞ്ചിച്ചുമാണ് രണ്ടാം തവണയും ഇടതു സർക്കാർ അധികാരത്തിലെത്തിയതെന്നും നിലവിലെ സർക്കാർ സാധാരണക്കാരുടേതല്ലെന്നും അദാനിയുടേതാണെന്നും അദ്ദേഹം പറഞ്ഞു. 4 രൂപ 29 പൈസയ്ക്ക് കറണ്ട് വാങ്ങുകയും അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ തീരുമാനത്തെ 2042 വരെ ആ നിരക്കിൽ നമുക്ക് കേരളത്തിന് വൈദ്യുതി നൽകാൻ ആ കമ്പനി തയ്യാറാണ്. എന്നിട്ട് 2023 വന്നപ്പോൾ തന്നെ ആ തീരുമാനം റദ്ദ് ചെയ്തുകൊണ്ട് ഇങ്ങനെ 8 രൂപയ്ക്കും 10 രൂപയ്ക്കും 14 രൂപയ്ക്കും കറണ്ട് വാങ്ങാൻ നമ്മുടെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് തീരുമാനമെടുത്തത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കൂ. സാധാരണക്കാരായ ഇവിടുത്തെ ജനങ്ങളുടെ പട്ടിണി പാവങ്ങളുടെ ഗവൺമെന്റാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് പണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന്. നമുക്കറിയാലോ, ഈ ഗവൺമെന്റ് തെരുവിലൂടെ മുദ്രാവാക്യം വിളിച്ച് നടന്ന കാലം. നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഭൂമിയില്ലാത്തവന് ഭൂമി ഞങ്ങൾ മേടിച്ചു തരും. അതുപോലെ തന്നെ പട്ടിണിയുടെ ഉണ്ടാവുകയില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ. എങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ, കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ആ ചെങ്കൊടിക്ക് കീഴിൽ അണിനിരത്തിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് വന്നത് എങ്കിൽ അധികാരത്തിലേറി രണ്ടാമത്തെ ടേമും അധികാരത്തിലേറിയിട്ടും ഈ ചച്ചക്കുടിലൊന്ന് മാറ്റിക്കൊടുക്കുവാനോ, അല്ലെങ്കിൽ ഭൂമിയില്ലാത്തവന് ഭൂമി തികച്ചു കൊടുക്കുവാനോ, അങ്ങനെ കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനോ നമ്മുടെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. ഇവിടുത്തെ ഗവൺമെന്റ് കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടുത്തെ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചുകൊണ്ടാണ് ഇങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അധികാരത്തിലെത്തിയപ്പോഴോ അവന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു. ആ ഓന്തിന്റെ സ്വഭാവം എടുക്കുകയാണ്. നേരത്തെ ഓന്ത് ഭൂമിയിലൂടെ നടന്നപ്പോൾ അവന്റെ നിറം ചോപ്പായിരുന്നുവെങ്കിൽ അവൻ ചാടി മരത്തിലേക്ക് കയറിയപ്പോൾ അവന്റെ നിറം പച്ച കളറായതുപോലെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് അധികാരത്തിലെത്തിയപ്പോൾ നിലപാട് മാറ്റിയത്. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഞങ്ങളുടെ ഗവൺമെന്റ്
തൊഴിലാളികളുടെ ഗവൺമെന്റ് അല്ല, പിന്നെ ആരുടെ ഗവൺമെന്റാ? ഇവിടുത്തെ അംബാനിയുടെയും അദാനിയുടെയും ഗവൺമെന്റ് ആണ്. അദാനിക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കറണ്ട് 14 രൂപയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ കൂടിയാണ് നമ്മുടെ ഗവൺമെന്റ് എങ്കിൽ ആ ഗവൺമെന്റ് എന്തിനാണ് 4 രൂപ 29 പൈസ മാറ്റി നിർത്തിക്കൊണ്ട് അത്തരം കമ്പനികളുമായുള്ള തീരുമാനങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് ഇത്തരം തീരുമാനത്തിലേക്ക് വന്നത് എന്ന് ഇവിടുത്തെ സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി സാബിർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. തിരൂരങ്ങാടി മുനിസിപ്പൽ പ്രസിഡന്റ് നാസർ ചുള്ളിപ്പാറ, സെയ്താലി കാട്ടേരി, ലുബ്ന ഷാജഹാൻ, ഹംസ വെന്നിയൂർ, ഹഫ്സ, അഡ്വക്കേറ്റ് അമീൻ യാസിർ, CH ഫസൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. തിരൂരങ്ങാടി നഗരസഭാ അംഗം വി ആയുഷുമു, നന്നമ്പ്ര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ VK സമീന, സിദ്ദിഖ് മമ്മാലിപ്പടി, റീന സാനു, PT റഹീം, PK അബൂബക്കർ ഹാജി, VK ഇർഷാദ്, റസിയ കൊടിഞ്ഞി, P ഖാദർ ഹാജി, ബഷീർ ചനക്കൽ, VK മുജീബ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.